ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജ നടക്കുന്ന സമയത്ത് ഒരു സ്വാമി പോറ്റി ഗോമതിയോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോട് ചെയ്യണം. പല തടസ്സങ്ങളും ഉണ്ടാവും, പക്ഷേ അതെല്ലാം മറികടന്ന് നിങ്ങളത് ചെയ്യുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അഗ്നികുണ്ഡത്തിൻ്റെ ചുറ്റും വന്നിരിക്കാവുള്ളൂ എന്ന് പറയാം. അതൊക്കെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഗോമതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള സമയവും മുഹൂർത്തവും ഒക്കെ ആയിട്ടുണ്ട്. ഈ അഗ്നികുണ്ഡത്തിൽ തീ കൊളുത്തണം, അപ്പോൾ അതിനേക്ക് വരണം എന്ന് പറയാം. അങ്ങനെ ഗോമതി അവിടുന്ന് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ സ്വാമി പോയിട്ട് വീണ്ടും പറയുന്നുണ്ട്, തീ ആളി കത്തും, ചിലപ്പോൾ നമുക്ക് എണീറ്റ് ഓടണമെന്ന് വരെ തോന്നിപ്പോവും, പക്ഷേ അനങ്ങരുത്, അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളണം. അതിന് സമ്മതമാണോ? പിന്നെ മറ്റുള്ളവരാരും ചുറ്റും ഇരിക്കാനും പാടില്ല. നിങ്ങളെല്ലാവരും കുറച്ച് ദൂരോട്ട് മാറിയിരിക്കണം. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ആരും ഇറങ്ങി ഓടാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പല പരീക്ഷണങ്ങളും ദേവി നമുക്ക് തരും, അതെല്ലാം തരണം ചെയ്ത് വേണം ഇവിടെ ഇരിക്കാനെന്ന്. എല്ലാവർക്കും സമ്മതം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗോമതി ആദ്യം ഗോമതിയുടെ കയ്യിൽ തീ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്ന തീപ്പന്തം എടുത്ത് കൊടുക്കുക കേട്ടോ. ഗോമതി അവിടുത്തെ അഗ്നികുണ്ഡത്തിലേക്ക് തീ വയ്ക്കുകയാണ്. അങ്ങനെ പോറ്റി അവിടെ ഇരിക്കാൻ പറയുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഗോമതി ഇരിക്കുന്നത്. തീ ആളി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലോക് അവിടെ മാറി നിൽപ്പുണ്ടല്ലോ. അലോകാണെങ്കിൽ അച്യുതൻ്റെ കൂട്ടുകാരനോട് പറയണ്ട, അങ്കിളെ ഇനിയാണ് അങ്കിളിൻ്റെ പണി വരാനിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണോ എന്ന് പറയാവോ? അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 3 തവണ ഇത് വലം വയ്ക്കണം. 3 തവണ വലം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് അഗ്നി പൂജ പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലേ? അത് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. എന്ത് ഐഡിയയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 3 ചുറ്റും വലം വെച്ച് കംപ്ലീറ്റ് ആകരുത്, അതാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അതല്ല, ഞാൻ ഒരു പശ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പശയിൽ ഒരു ആണിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആണി ഈ പശയിലേക്ക് മുക്കിയിട്ട് പതിയെ ആ ചുറ്റും നടന്നു വരുന്ന ആ ഭാഗത്തേക്ക് ഒരിടത്ത് നിങ്ങളിത് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അപ്പച്ചി നടന്ന് വരുമ്പോൾ കാലിൽ ആണി കൊള്ളുമല്ലോ. അന്നേരം ഒന്നേം മറിഞ്ഞ് അതിനകത്തേക്ക് വീഴും, തീക്കുണ്ടത്തിലേക്ക്. ഇല്ലെങ്കിൽ ഇത് മുടങ്ങും. എന്തായാലും അകത്തേക്ക് വീഴത്തക്ക രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അയ്യോ കുഞ്ഞേ, ഇതൊക്കെ ചെയ്യണോ? വേണം. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് കേൾക്കണം. ഇതൊക്കെ എങ്ങനെ ചെയ്യാനാ? അതെ, അവിടെ ഒരു പോറ്റി ഇരിപ്പുണ്ടല്ലോ, സ്വാമി പോറ്റിയല്ല, അതിൻ്റെ അടുത്ത് വേറൊരു പോറ്റി. അയാളോട് എന്തെങ്കിലും കാര്യം സംസാരിക്കണ പോലെ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് ആരും അറിയാത്ത പോലെ കയ്യിരിക്കണ ബുക്കോ പേനയോ താഴെ ഇടുക. അത് എടുക്കുന്ന ഭാവത്തിൽ പോയിട്ട് പതിയെ അവിടെ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ അലോക ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങേര് അത് പേടിച്ച് ഏക്കാണ് കേട്ടോ. ഗോമതി അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തീ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. ഗോമതിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകണമെന്നോ എണീക്കാൻ പാടില്ലല്ലോ. പുറകിൽ നിന്നുണ്ട് മീനാക്ഷിയും ബാക്കിയുള്ള എല്ലാവരും കൊണ്ട് പറയണ, അതെ കുറച്ചുകൂടെ ബാക്കിലോട്ട് നീങ്ങിയിരിക്കുമേ, ഇങ്ങനെ തീ വന്നാൽ ശരിക്കും പ്രശ്നമാവും. ഇല്ല, ഇവിടുന്ന് അനങ്ങരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീക്കരുതെന്ന് പോറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ സഹിച്ചോളാം. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബാലന് ഭയങ്കരമായിട്ട് പേടിയാവും. ഗോമതി കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിരുന്നോ? അപ്പോൾ ഗോമതി കുറച്ചൊന്ന് നീങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ തീ ഗോമതിയുടെ അടുത്തേക്ക് തന്നെ ആളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സ്വാമി പോറ്റി പറയണ്ട്, എന്താ സഹിക്കാൻ പറ്റണില്ലല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ദേവിക്ക് വീണ്ടും ഒരു പൂജ കൂടെ ചെയ്തിട്ട് ഭഗവതി, നമുക്ക് ഈ ഭഗവതിയുടെ ഈ ഒരു അഗ്നി നമുക്ക് ആ ഒരു താപം താങ്ങാനാവുന്നില്ല, അതൊന്ന് കുറച്ച് തരണം എന്ന് അപേക്ഷിക്കാൻ കേട്ടോ. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ആ തീ ഒന്ന് തണുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് വിശ്വാസമാവുക കേട്ടോ. ഇത് കഴിഞ്ഞ് ഈ സമയത്ത് നമ്മുടെ രാജശ്രീ അലോകിനെ വിളിക്കാൻ ടെൻഷൻ കൊണ്ടിട്ട്, അപ്പോൾ അലോക് കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ അലോകിനോട് എന്താ ഇവിടുത്തെ പരിപാടിയൊന്നും അലോക് വ്യക്തമാക്കുന്നില്ല. എന്നാലും രാജശ്രീക്ക് ആകെ ടെൻഷൻ. അപ്പോഴാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് തൊട്ട് പിറകെ നമ്മുടെ അച്യുതൻ വന്നിരിക്കുകയാണ്. അച്യുതൻ ചോദിക്കണേ, എന്താ രാജശ്രീ ഒരു കുശുകുശിപ്പ്? അല്ല, അത് അലോക് വിളിച്ചതാ. അതാ ഞാൻ ചോദിച്ചത്, എന്തിനാവാൻ വിളിച്ചത്? അല്ല, അത് വേറൊന്നുമല്ല, പിന്നെ അവനവിടെ അമ്പലത്തിലുണ്ടല്ലേ. അല്ല, അത് അച്യുതേട്ടാ അങ്ങനെയല്ല, ഞാനെല്ലാം കേട്ടു, എനിക്ക് മനസ്സിലായി. പിന്നെ ഇത്രയും നാളും ഗോമതിയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട് ആർക്കെങ്കിലും നടന്നോ? ഇല്ലല്ലോ. പിന്നെ അവനിപ്പോൾ എന്ത് ചെയ്യാനെന്ന് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? അച്ചുവേട്ടാ അങ്ങനെയൊന്നും അല്ല, അവൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ അവ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് കാണിച്ചു, അതിന് എന്തെങ്കിലും ഒരു മണി തിരിച്ചും കൊടുക്കണ്ടേ? ഇതിപ്പോൾ സക്സസ് ആവും എന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ആവും, ഉറപ്പാണ്, നമുക്ക് കാണാം. പിന്നെ ഗോമതിയുടെ ജീവൻ ആപത്ത് വരുന്ന കാര്യങ്ങളാണോ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നന്ദിത അങ്ങോട്ട് കേട്ടോണ്ട് വരുവാട്ടോ. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഞാൻ പേടിച്ചു പോയി. അപ്പുറത്തെ ഗോമതിയെ അഗ്നിപൂജയായി ബന്ധപ്പെട്ട് ഒരു പൂജയ്ക്ക് പോയിരിക്കുകയാണല്ലോ, അവിടെ ഇനി വല്ല പ്രശ്നമാണോ? അതിനെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, നമ്മൾ വേറെ കാര്യങ്ങളാണ്, വേറെ ഏതോ ഒരു അമ്പലത്തിലെ ഇതിന് മുമ്പിൽ വെടിക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കണേ എന്ന് പറഞ്ഞ ഒരു വിഷയം മാറ്റണം കേട്ടോ.
അപ്പോൾ നന്ദിത പറയാം, അല്ലെങ്കിലും ഗോമതി സത്യമുള്ളവളാണ്, ദൈവവിശ്വാസം ഉള്ളവളാണ്, അവൾ ചെയ്യുന്ന കാര്യങ്ങൾ മംഗളമായിട്ട് തന്നെ നടക്കും, അവൾക്കൊരു ആപത്തും വരില്ല എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ അച്യുതനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ രാജശ്രീക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഗോമതിക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യത്തെ വലത് വയ്ക്കുമ്പോഴത്തേക്കിനും ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം അവിടെ ഇരിക്കുന്ന എല്ലാവരും ചൊല്ലണം, ഗോമതിയും ചൊല്ലണം. രണ്ടാമതും അതുപോലെ മുരുകനെയും ഗണപതിനെയും പരാശക്തിയെയും ഓരോരുത്തരെയും മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഓരോ അത് കംപ്ലീറ്റ് ചുറ്റി വന്നാൽ മാത്രമേ പൂജയ്ക്കൊരവസാനം ഉണ്ടാവുകയുള്ളൂ. ഓരോ പൂജ ചെയ്യുമ്പോഴും അവിടുന്ന് ഒരു വലത് വെച്ച് കറങ്ങി വരുമ്പോൾ തന്നെ വീട്ടിലെ ഗൃഹനാഥൻ ഒരു കുടം വെള്ളം എടുത്തിട്ട് വന്ന് ദേവിക്ക് സമർപ്പിക്കണം. ഇതൊക്കെയാണ് പോറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഗോമതി ആദ്യത്തെ വലത് വെച്ചു കേട്ടോ. അടുത്ത് രണ്ടാമത്തെ വലത് വെക്കണം. അതിനിടയിൽ കൂടെ നമ്മൾ അലോക് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരുവാണ്. വന്നിട്ട് പറയാണ്, അതെ എന്ത് അലോകെ, എനിക്ക് നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് കൊണ്ട് ചെല്ല്, ഞാനല്ലേ പറയണേ, ഞാൻ കാശ് എണ്ണി തന്നതല്ലേ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അയാൾ മടിച്ച് അവിടെ ഇരിക്കുന്ന ആ പോറ്റിയുടെ അടുത്ത് എന്തോ സംസാരിക്കും പോലെ ചെല്ലാണ്. അയാളുടെ എന്തോ കുശലം ചോദിച്ചിട്ട് അതിനിടയിൽ കയ്യിലിരുന്ന ബുക്കിനെ അങ്ങ് താഴോട്ടിടുക കേട്ടോ. ബുക്ക് എടുക്കുന്നത് പോലെ ഇങ്ങനെ കുനിയണതും പശ തേച്ച ആണി കുത്തനെ അവിടെ കുത്തി വെക്കുന്നുണ്ട്. അടുത്ത് ഗോമതി രണ്ടാമത്തെ വലത് ഇങ്ങനെ വരുമ്പോൾ ആ കാലതിലേക്ക് കുത്തി കയറണം. അപ്പോൾ വേദന കൊണ്ട് നേരെ തീക്കുണ്ടത്തിലേക്ക് മറിഞ്ഞു വീഴണം. ഇതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഗോമതി വലത് വെച്ചിങ്ങനെ വരുവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആര്യനെ കാണിക്കുകയാണ്. ആര്യൻ പാഞ്ഞ് വരണുണ്ട് കേട്ടോ. പാഞ്ഞ് വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറുകാരനെ കൊണ്ട് ഇടിക്കാൻ പോവാണ്. അപ്പോൾ അയാളടുത്ത് ആര്യം വഴക്കുണ്ടാക്കുകയാണ്. അതെ, നിനക്കൊന്നും കണ്ണില്ലേ മൂത്ത്, എടാ നിനക്കെന്താടാ കണ്ണില്ലേ എന്ന് തിരിച്ചും ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വാക്കുകൊണ്ട് പ്രശ്നങ്ങളാവുക കേട്ടോ. അവസാനം എടുത്തുകൊണ്ട് പോടാ നിൻ്റെ വണ്ടി എന്നും പറയാൻ. അങ്ങനെ അയാൾ പോവാട്ടോ, തട്ടി മാറി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ആര്യൻ അവിടെ നിന്ന് കത്തിച്ച് വരുവാണ് ഈ ഒരു സ്ഥലത്തേക്ക്. ഈ സമയത്താണ് ഗോമതി രണ്ടാമത്തെ വലത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചുറ്റി വരുന്നത്. പോറ്റി പറഞ്ഞു കൊടുത്ത അതേ മന്ത്രം ചൊല്ലി കൂപ്പ് കൈകളുമായിട്ട് ഇങ്ങനെ വരുക. ആണി വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഇങ്ങനെ കാല് വെക്കാൻ കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.